ഞാൻ നമ്മുടെ സിറ്റി സെൻറ്ററിൽ ഞാൻ വന്നതാണ്. എൻ്റെ കണ്ണിന് സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച കാണാനിടയായി. ഈ പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനാണോ കൂട്ടുകാരത്തിയാണോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ എനിക്ക് ജെൻഡർ കണ്ടുപിടിക്കാൻ അറിയില്ല. മരിച്ചു പോയി കിളി പിജനാണ്, മരിച്ചു ഇവിടെ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ചൂട് കൊണ്ടായിരിക്കും. പക്ഷേ ഈ അടുത്ത കക്ഷി ഇവിടെ മിണ്ടാണ്ട് ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എൻ്റെ കണ്ണിലൊക്കെ ഇതൊക്കെ പെടുമ്പോൾ എനിക്ക് ആനിമൽസ് ആണെങ്കിലും ബേർഡ്സ് ആണെങ്കിലും എത്രയോ മരണം എപ്പോഴും വേദനാജനകമാണ്. നോക്കതിങ്ങനെ അടുത്തടുത്തേക്ക് മാറി. എന്താ പാടേണ്ടത്? എൻ്റെ ദൈവമേ, കഷ്ടമുണ്ട് ഈശോയെ. എനിക്ക് സങ്കടം തോന്നുന്നു. ഇവിടെ എല്ലാ ആൾക്കാർ ടൂറിസ്റ്റുകളിങ്ങനെ ഉടുപ്പില്ലാണ്ടൊക്കെയാണ് നടന്നിട്ടുള്ളത്. ഭയങ്കര ചൂടാണ് കേട്ടോ. മറ്റന്നാൾ പറഞ്ഞിട്ട് കാര്യം. ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണല്ലോ. ദൈവേ, കഷ്ടമുണ്ട്. ചക്കരയെ വിഷമിക്കാതെ കേട്ടോ. ഈശോ നിന്നെ സാന്ത്വനപ്പെടുത്തി. മരണം ഇത്രയാണ് മക്കളെ. കണ്ണീര് വരികയാണ് എനിക്ക് കണ്ടിട്ട്. ആരും അതിൻ്റെ കൂടെ വേദനിക്കാനില്ല. ഞാൻ അവിടെ ചെന്നിരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തൊന്ന് തലോടണമെന്നുണ്ട് ജീവിച്ചിരിക്കുന്ന ആളിനെ. പക്ഷേ എടുക്കാൻ പോയാൽ അത് പോയിട്ട് പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. കഷ്ടമുണ്ട്. ആരും നോക്കുന്നില്ല. ലോകം മുഴുവനും അതിൻ്റേതായ വഴിയിൽ പോകുന്നു. നിറയെ ആൾക്കാരാണ്. അവരെല്ലാം അവരുടെ വഴിക്ക് പോയി. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്നും വരുന്ന പള്ളിയാണ് അത്, കത്തീഡ്രൽ പള്ളി. ഇതിൻ്റെ ഇവിടെയാണ് എൻ്റെ ജീവിതം. ഇങ്ങനെ ഇപ്പോൾ വന്ന എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഇന്ത്യൻ അവിടെ പള്ളിയിൽ കുർബാനയ്ക്ക് വന്നതാണ്. ആ മദർ മേരിയുടെ നാളിങ്ങനെ മിന്നയും കിടക്കുക അങ്ങനത്തെ ലൈറ്റുണ്ടായിരുന്നു. ആ പള്ളിയിൽ വന്നു. അപ്പോൾ അവിടെ ഞങ്ങളിവിടെ പോയിട്ട് അവിടെ ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ശരവണ ഭവൻ എന്നും പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് ആഹാരം കഴിച്ച് അവർ മെട്രോയിലോട്ട് കയറാൻ പോയി. അപ്പം ഞാനിവിടെ വന്ന് ഇതിലെ മെല്ലെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് ഇതുങ്ങളെ രണ്ടുപേരെയും കണ്ടത്. എന്താലേ, നമ്മൾ മരിച്ചാലും അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ചത്ത് ഇവിടെ കിടക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളവരെ നമ്മൾ വേദനിപ്പിക്കും, ഉള്ളവരെ നമ്മൾ കരയിപ്പിക്കും. അത്രേ ഉള്ളൂ. ഈ കിളീൻ്റെ അരിക്ക് എന്താ പറയേണ്ടത്? ഒരു പിജനാണ്, ഒരു ഡവ് ആണത്. എങ്ങനെയാ സഹിക്കുക അല്ലേ? അതിൻ്റെ കണ്ണല്ല, അതിൻ്റെ ഹൃദയം താഴ്ന്നിട്ടുണ്ട്. കണ്ണിൽ നിന്ന് നമ്മൾ കരയുന്ന കണക്ക് മൃഗങ്ങൾ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടികളും പൂച്ചകളും ഒക്കെ കരയുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ കിളികൾ കരയുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്താ അല്ലേ ചക്കര, കരയുണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാര്യ ഒന്നും ആയിരിക്കില്ല, അല്ലെ ഭർത്താവും ആയിരിക്കത്തില്ല. എനിക്ക് തോന്നുന്ന ഒരു കുഞ്ഞി കിളിയാണ്, മോളോ മോനോ വല്ലതും ആയിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് കണ്ടിട്ട്, സൈസ് കണ്ടിട്ട്. അയ്യോ, എന്തൊരു വയ്യ. എനിക്കിപ്പോൾ കഴിവ് ദൈവം തന്നിരുന്ന ഞാൻ ഈ കിളീനെ ഉയർപ്പിച്ച് അതിന് കൊടുത്ത്. നമുക്കതിനുള്ള കഴിവില്ലല്ലോ. യേശുവേ, ജീവനുണ്ടോ ആവോ? വെള്ളം കൊടുത്താൽ ജീവിക്കുമോ? അറിഞ്ഞു പോകും. നമുക്ക് തൊടാനും പറ്റില്ലല്ലോ. ചക്കരയെ ചത്തുപോയാണ് അവൻ്റെ. ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, ഒന്നും ചെയ്യുന്നില്ല. ശവനെ വിഷമിപ്പിക്കുന്ന ഒന്നുമില്ല. ഇനി വെള്ളം കൊടുക്കുക, മരിച്ചു കിടക്കുക. അങ്ങനെ പിന്നെ വെള്ളം കൊടുക്കുന്നു. കണ്ണൊന്നും അനങ്ങുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലടാ. അതിൻ്റെ വേദന എന്തായിരിക്കും അല്ലേ? വെള്ളം ഒഴിച്ചാൽ വെള്ളം കുടിക്കുമൊന്നുമില്ല, മരിച്ചു പോയി. കണ്ണൊക്കെ ഇതേ തുറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല. അവിടെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കണ്ണൊന്നും അനങ്ങുന്നില്ല. ഇല്ലപ്പാ, ഞാനൊന്നും ചെയ്യുന്നില്ല. അവിടെ ഇരുന്നോ, ഞാനൊന്നും ചെയ്യുന്നില്ല. അതിനെ സംരക്ഷിക്കാൻ വരുന്നതുണ്ടോ? അയ്യമ്മേ, മൃഗങ്ങളാണെങ്കിൽ എന്തൊരു സ്നേഹമാണ്. കഷ്ടം. കിളിയെ എല്ലാ പോലീസുകാരെ വിളിച്ച് കാണിച്ചാൽ അവരെന്ത് ചെയ്യാനാണ്? എന്നാലും ഇതുപോലെ ഒരു കിളി മണിക്കാൻ പോയപ്പോൾ ഞാൻ വന്നിട്ട് ഞാനതിന് വെള്ളം കൊടുത്തു. അപ്പോൾ ഒരു ഹിന്ദിക്കാരി ഇവിടെ നിൽക്കുന്നുണ്ടായി. അതെന്നോട് പറയാം, വേണ്ട എന്ന്. ഞാനും എൻ്റെ കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു. അതിന് കൂട്ടുകാരത്തി പറയല്ലേ, ഇവർ പ്രാർത്ഥിക്കുന്ന ആളെ കിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന്. അങ്ങനെ നിന്നപ്പോൾ ഒരു പോലീസുകാർ വന്ന് കിളീനെ രക്ഷിക്കാനായിട്ട് പോയി. ഞങ്ങൾ പിന്നെ അവിടെ പോകുന്നുണ്ട്. ചൂടും കൊണ്ടായിരിക്കും നിങ്ങൾ മരിക്കുന്നത്. നല്ല ചൂടാണ്. മിന്നാന്നാണെങ്കിൽ ഇന്നും അത്ര തോന്നുന്നില്ല. പക്ഷേ എന്തിയാടാ പറ്റിയത്? വാ, നമുക്ക്
നമുക്കൊന്നും തരാനും എൻ്റെ വാടാ ചക്കര. ഞാനൊന്നും ദോഷം ചെയ്യുന്നില്ല കേട്ടോ. നീ മരിച്ചു പോയത് തന്നെയാണോ എൻ്റെ ഭർത്താവേ? അനങ്ങ നീ അല്ലേ? എന്ത് വേദനയായിരിക്കും അല്ലേ? എൻ്റെ കൂട്ടത്തിലുള്ള മരിച്ചിട്ടും അവിടെ തന്നെ നിൽക്കുക. ഇതിൻ്റെ കണ്ണൊക്കെ പോയിട്ടുണ്ട്. തുറക്കും അടയ്ക്ക്. ഇത്ര അടുത്ത് പോയിട്ടൊന്നും തുറക്കും അടയ്ക്കുന്നതൊന്നും. വെള്ളമൊന്നും എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, പക്ഷെ കൊടുത്താലും എന്താവുന്നു. അതെ, അത് അവിടെ പോയിട്ട് കാവലിരിക്കുക കേട്ടോ. മരണം ഒരു ഭയാനക സംഭവമാണ്. ആ വ്യക്തികൾ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല, കൂടെ നടക്കില്ല, ചിരിക്കില്ല, കളിക്കില്ല, നമ്മളെ തൊടില്ല. ഇതെല്ലാം അല്ലേ സംഭവം. മരണം. ഞാൻ ഇച്ചിരി വെള്ളം ഒന്ന് ഇതിൻ്റെ മേത്തൊന്ന് ഒഴിച്ച് നോക്കട്ടെ. വല്ല ചൂടും കൊണ്ടാണെങ്കിൽ ഇനി എന്താണെന്ന് അറിയുന്നു. നല്ല തണുപ്പുള്ള വെള്ളം. വാടാ വിട്ടാ. നിനക്ക് ഇച്ചിരി വെള്ളം വേണോ? വാ ഇവിടേക്ക് വാ. ഞാൻ ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കട്ടെ. മരിച്ചത് തന്നെ, ഒരു സംശയം വേണ്ട. വെള്ളമെല്ലാം കിട്ടാഞ്ഞിട്ടാണോ മരിച്ചതെന്ന് പറയുന്നത്. കുടിച്ചു. മരിച്ചതാണെങ്കിൽ പിന്നെ കുടിക്കാനും പറ്റത്തില്ല. അനങ്ങുന്നില്ല കേട്ടോ. വെള്ളം കൊടുത്തിട്ടൊന്നും അനങ്ങുന്നില്ല. എന്താ പറയാനാ. ആ കിളീൻ്റെ ഒരു സ്നേഹം. അയ്യോ, അത് അവിടെ പോയി മാറി എന്ന് വിഷമിക്കുക കേട്ടോ. ഞാനൊന്നും ചെയ്യുന്നില്ലടാ. വാ, നീ വന്നോ. നിൻ്റെ ആളിൻ്റെ അടുത്തിരുന്നോ കേട്ടോ. കഷ്ടവും. അതിൻ്റെ ഒരു ദുഃഖം കണ്ടോ. അതൊന്നും മിണ്ടുന്നില്ല, അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വാട, വിഷമിക്കണ്ട കേട്ടോ. ദൈവം വേറൊരു കൂട്ടുകാരനെ നിനക്ക് തരും, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരത്തെ തരും. എനിക്ക് ഈ കിളികൾ എനിക്ക് തോന്നുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിളികളാണ്. ഇപ്പം മയിലൊക്കെ കണ്ടിട്ടില്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിളികളാണ് ആണെന്നാണ് നമ്മൾ അറിയുന്നത്. വാട ചക്കരെ, എന്നെ തൊടണം. വാ, വിഷമിക്കണ്ട കേട്ടോ. അയ്യോ, എന്നെ തൊടാൻ സമ്മതിച്ചു. എൻ്റെ ദൈവമേ, കഷ്ടം. വാട, വെള്ളം കുടിച്ചല്ലോ. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം കേട്ടോ. വാ, നന്ദി കൂടി നമ്മൾ എന്നാലും തൊടാൻ പറ്റിയില്ലോ. ചക്കര വാടാ. ഇത് അനങ്ങിയിട്ടില്ല കേട്ടോ. എന്ത് പറ്റിയതാവും. കുഞ്ഞു ബേബിയാണ്. ലോകം അതിൻ്റെ വഴിക്ക് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരാൾ മരിച്ചു. നമ്മളൊക്കെ മരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അവരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങ് പോകും. പക്ഷേ ആ കിളി കണ്ടില്ലേ, ഞാൻ ചെന്നപ്പോൾ അതിന് മനസ്സിലായി. ഞാൻ അതിനെ ഉപദ്രവിക്കാറില്ല. ഞാൻ ഇനി പോവാട്ടോ. നിൻ്റെ ആളിൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് പോയി നിന്നു കേട്ടോ മക്കളെ. വിഷമിക്കണ്ട കേട്ടോ. അയ്യോ, എന്ത് ഡൊളറോസോ വേദനാജനകമായിട്ടാണ് ഈ സാള് നിൽക്കുന്നതെന്ന് നോക്കി. പാടാ, അങ്ങനെ പോകുന്നേ ഇല്ല. സാധാരണ ഇവരൊക്കെ ഓടി ഓടി പോകേണ്ടതാണ് നമ്മുടെ അടുത്ത്. പാടാ ചക്കര, നിങ്ങൾക്ക് പറ്റിയോ? വിഷമായോ? സാരില്ല കേട്ടോ, സാരില്ല കേട്ടോ. അങ്ങോട്ട് പോയിക്കും, അങ്ങോട്ട് പോയിക്കും. അതിന് നടക്കാനുള്ള ശക്തി പോലും ഇല്ലാത്ത അടുത്തൊരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടില്ല. കാക്കകളൊക്കെ ആണെങ്കിൽ ഒരാൾ മരിച്ചാൽ അപ്പം തന്നെ അതുങ്ങളെല്ലാം കൂടെ നമുക്കറിയാമല്ലോ ബഹളം ഉണ്ടാക്കി അവിടെ കിടന്നു. പക്ഷെ ആൾ കണ്ടില്ല, ഈ പോകുന്ന കക്ഷി കണ്ടില്ല. ഇവരെല്ലാം ഒരു ഗ്രൂപ്പിലുള്ളവരാണല്ലോ അല്ലേ. തീർന്നു. അവിടെയും കുറേ പേരുണ്ട് കണ്ട. ഒരാളെങ്കിലും നോക്കാനായിട്ട് അതിൻ്റെ അടുത്ത് വന്ന് നിന്നല്ലോ, അതന്നെ വലിയൊരു കാര്യം. ഇതിനും വിഷമമുണ്ടായി. കുഞ്ഞാണെന്ന് തോന്നുന്നു, അതിൻ്റെ ബേബി ആയിരിക്കും. കണ്ടിട്ട് ചെറിയ ബേബി. വെള്ളം ഒത്തിരി കൊടുത്താലും അത് കുടിക്കാൻ പറ്റത്തില്ല, മരിച്ചു വരും. ഞാൻ വിചാരിച്ച ചൂടുകൊണ്ടാണ് ഇച്ചിരി തണുപ്പൊക്കെ കിട്ടുമ്പം അനങ്ങുമായിരിക്കും. ഈശോയെ,
കൊത്തണമെന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല തരാനായിട്ട് കേട്ടോ. നിങ്ങളെ കാണാനല്ല വന്ന് ഇവിടെ ആഹാരത്തിന് തട്ടിപ്പറിയാം. ഇതെന്നെ കാണുമ്പോൾ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ പള്ളി ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ ഈ ഇതൊരു പൊട്ടനായില്ല നടക്കും വേണ്ടൊക്കെ പറയുന്നുണ്ട്. നല്ല ചൂടാണ് എന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല. ഇങ്ങനെ പോകുന്നേക്ക് ഞാൻ ഇച്ചിരി തണുത്ത കൂടി തന്നെ നടക്കും. എന്നാലും ഇച്ചിരി കാറ്റുണ്ടെന്ന്. നിറയെ ടൂറിസ്റ്റുകളുടെ ഏരിയ ആണല്ലോ ക്രൈസ്തവ. നീ എന്തിനാണ് ഏറ്റവും തലതാന വർത്താനം പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ആക്ഷനൊക്കെ കാണിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ വരുന്നവരെല്ലാം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഫോട്ടോ പിടിച്ചൊക്കെ. നിൻ്റെ പുറത്തല്ലോ നീ പോടാ. പോലീസ് ഇവിടെ ഇങ്ങനെ എപ്പോഴും തയ്യാറായിട്ട് എന്ത് വേണേലും നടത്താറുണ്ട്. എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അതിൻ്റെ അർത്ഥം മെട്രോയിലോട്ട് താഴേക്ക് ഇറങ്ങുന്നത്. ബേസ്മെൻറ്റിലാണ് മെട്രോ ഉള്ളത്. 2-3 നില താഴെ ആയിരിക്കും മെട്രോ ഉള്ളത്. അപ്പോൾ അതാണെന്നുള്ളത് നമുക്ക് എവിടെ നിന്ന് ദൂരെ നിന്ന് നോക്കിയാലും കാണാം. കുറേ പറവകൾ അതിലെ പ്രാവുകളാണ്. തീറ്റ കൊടുക്കുന്ന ഒരു രീതിയാണ്. ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. കുറേ ഇന്ത്യക്കാരെ ഞാൻ കണ്ടായിരുന്നു. പഴയ ഉടുപ്പോ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തത് ഇവർക്കൊക്കെ ഇടാൻ കൊടുത്തു. ഇത് വിട്ടുകൊണ്ടാണ് പള്ളിക്കകത്ത് കയറുന്നത്. എന്നിട്ട് എല്ലാവരും പറഞ്ഞാൽ ജോസ്മേനയ്ക്ക് ഉടുപ്പില്ലെന്ന്. ഇതൊരു പ്രതിമ മാതിരി, ഒരു ഇംഗ്ലീഷ് പ്രതിമ മാതിരി നിൽക്കുന്നുണ്ട്. നല്ല രസം. ഞാനിന്നൊരു ഔട്ടിംഗ് ആണ്. ഇതാ തന്നെ ഒരു പാവക്കുട്ടി. അത് ചൈനീസ് പാവക്കുട്ടി. എന്നെ ദൈവം ഇങ്ങനെ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇതിലേക്ക് ഇറങ്ങി നടക്കാനൊക്കെ ദൈവം മേട തന്ന ദൈവത്തിന് ഒരു 1,000 നന്ദി പറയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. നിനക്കെന്താടാ കാര്യം? അവിടെ ഒരു ശുഞ്ഞരി പെൺകുട്ടി നിൽക്കുന്നുണ്ട്. പട്ടിക്കുട്ടിയാണ്. താങ്ക് യു ജീസസ്. 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 താങ്ക്
you, Jesus. Thank you, Jesus. Thank you, Jesus. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ ആരും നോക്കുന്നില്ല. നോക്കാനുള്ള സാധനമൊന്നും ഇല്ലല്ലോ. എന്തല്ല പറഞ്ഞു, നോക്കാൻ വേണ്ടിയൊന്നും ആളില്ലല്ലോ. അതിൻ്റെ അർത്ഥം എനിക്കിവിടെ പാടിക്കൊണ്ട് നടക്കാമെന്ന്, വേറൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഞാനിവിടെ എന്ത് ചെയ്താലും ആരും എന്നെ മൈൻഡ് ചെയ്യാൻ പോകണില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്, ജീസസ്. ഹല്ലേലൂയ, 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 ജീസസ്. അതെ, വേറെ കുറേ പിശാചുക്കളുണ്ട്. ഹല്ലേലൂയ. ചൂടാ, പക്ഷെ ഇത് ഉടുപ്പില്ലാണ്ട് നടക്കുന്നതാണ്. ചൂട് പറഞ്ഞിട്ട് കാര്യമില്ലേ, പാവങ്ങൾക്കാകെ ഉടുപ്പിടാണ്ട് നടക്കാൻ പറ്റുന്ന കാലം ഇതേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഇനിയിപ്പോൾ വരല്ലേ, 3 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരെ മൂടിക്കെട്ടി വരണമല്ലോ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഐ ഫീൽ സോ ഹാപ്പി ടു ബി ഹിയർ. ഇന്ന് നമ്മുടെ പരിശുദ്ധമ്മയുടെ സ്വർഗ്ഗാരോഹണ തിരുനാളാണ്. 2025 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. സന്തോഷത്തിന് എനിക്ക് വകയുണ്ട്. ഈ ഭൂമുഖത്ത് ഇന്ന് ഞാനും ജീവനോടെ ഇരിക്കുന്നു. അത് മാത്രമാണ്. ഇപ്പം ഞാൻ ആഹാരവും കഴിച്ചു, അതിന് നന്ദി പറയണം. ആമേൻ, ആമേൻ, ആമേൻ. ഗ്ലോറി, 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 ഗ്ലോറി. സിംഗ് ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി. സിംഗ് ഹല്ലേലൂയ. Glory, glory, sing hallelujah. 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 Glory, 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 glory. Thank you, Lord. Thank you, Jesus. Thank you, Lord. Thank you, Jesus. Praise you, Lord. Praise you, Lord. കർത്താവേ, ലോകത്തെ മുഴുവനും സമർപ്പിക്കുന്നു. കാശ്മീരിലുണ്ടായ ഇന്നലത്തെ ആ ഒരു വെള്ളപ്പൊക്കത്തെ സമർപ്പിക്കുന്നു. നോർത്ത് ഇന്ത്യ മുഴുവനിലുണ്ടായ സംഭവങ്ങളെ, വേറെയുള്ള സ്ഥലങ്ങളിലോ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. 2 ദിവസമായിട്ട് കർത്താവെ സമർപ്പിക്കുന്നു, യേശുവെ സമർപ്പിക്കുന്നു, യേശുവെ സമർപ്പിക്കുന്നു, യേശുവെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആൾക്കാരുടെ മുൻപിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണേ കർത്താവെ. സമാധാനം കുടുംബത്ത് കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമേ, കടബാധ്യത മാറ്റി കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ആരാധന സ്തുതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.